ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിലാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ കേട്ടത്. അയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ കൊലപാതകത്തിന്റെ സാധ്യത തെളിയുന്നു. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാകാമെന്ന് തെളിയിക്കുന്നതിൻ്റെ നിർണായക വിവരങ്ങൾ ന്യൂസ് 8ന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റുവെന്ന് ചേർത്തലയിലെ ഒരു ജ്വല്ലറി ഉടമ സ്ഥിരീകരിച്ചു. 25 ഗ്രാം സ്വർണം വിൽക്കാനെത്തിയത് ജൈനമ്മയെ കാണാതായ ഡിസംബർ 24-നും 30-നും ഇടയിലാണ്. ആദ്യം ഫോണിൽ വിളിച്ച സെബാസ്റ്റ്യൻ പിന്നീട് നേരിട്ടെത്തി സ്വർണം നൽകുകയും പണം കൈപ്പറ്റുകയുമായിരുന്നുവെന്ന് സദാശിവൻ ന്യൂസ് 8നോട് പറഞ്ഞു. ജൈനമ്മ തിരോധാന കേസിലെ അതിനിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് 18 സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തുവിടുന്നത്. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും തങ്ങൾക്ക് വിറ്റുവെന്നും ശ്രീ വെങ്കടേശ്വർ ജുവലറി ഉടമയിൽ നിന്നും വ്യക്തം. ഇവിടെ കൊണ്ടുവന്നാണോ പണയം വിറ്റത്? പണയം വെച്ചത് വേറെ ബാങ്കില്. ഏത് ബാങ്കിലായിട്ടാ വെച്ചത്? കുന്നത്തല്ലേ? നമ്മളോട് വരാൻ പറഞ്ഞതുകൊണ്ടാണ്. കുന്നത്ത് ബാങ്ക് അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ വിൽക്കുവാണോ? ഇല്ല, അവിടെ തന്നെ എടുത്തു. പുള്ളി പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്. അന്ന് വന്നിട്ടില്ല, ഞാൻ പോയി എടുത്തതാ. സ്വർണം വിൽക്കാനായി എത്തിയത് ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 24-നും 30-നും ഇടയിൽ. നഗരത്തിലെ കുന്നത്ത് ജുവലറിയിൽ പണയം വെച്ചതിനു ശേഷം തിരികെ എടുത്ത് തങ്ങൾക്ക് വിൽക്കുകയായിരുന്നുവെന്ന് ജുവലറി ഉടമ സദാശിവൻ. പൊട്ടിയ മാല ഉൾപ്പെടെ 25 ഗ്രാം സ്വർണമുണ്ടായിരുന്നു. ആദ്യം ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം സെബാസ്റ്റ്യൻ പണം വാങ്ങാൻ നേരിട്ടെത്തി. കടയുടമയുടെ സ്ഥിരീകരണത്തിന് പിന്നാലെ തെളിവെടുപ്പിനായി കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് നേരെ എതിർവശമുള്ള ശ്രീ വെങ്കടേശ്വര ജുവലറിയിലേക്ക്. മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പ്. സ്വർണം വിറ്റ വിവരം സ്ഥിരീകരിച്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സ്കറിയ. നമ്മളതിന്റെ തെളിവ് ശേഖരണത്തിലാണ് ഇതൊക്കെ നമ്മൾ തെളിവുണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഇന്നും വെളിപ്പെടുത്താനായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് പറയും. ഉച്ചയ്ക്ക് ശേഷം കുന്നത്ത് ജുവലറിയിലും തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘം കോട്ടയത്തേക്ക് മടങ്ങി. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ജൈനമ്മ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു ശ്രീ വെങ്കടേശ്വര ജുവലറി ഉടമയുടേത്. ഒപ്പം തന്നെ വീണുകിട്ടിയ തുമ്പിന്മേൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. ആലപ്പുഴ ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നാട്ടുംപുറങ്ങളിൽ സമീപ